എൻ്റെ അമ്മ ഒരു കിഡിലൻ പ്രൊമോ. ഗബ്രി ഔട്ടാവുന്നാണ് തോന്നുന്നത്. ലാലേട്ടൻ അകത്തോട്ട് വരുന്നു. ഗബ്രി, ജാസ്മിൻ, അൻസിബ, ഋഷി അല്ലാതെ ബാക്കി എല്ലാവരും ഇരിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം ഗാർഡൻ ഏരിയയിൽ ഒരു എവിക്ഷൻ പ്രോസസ്സ് കൊടുത്തിട്ട് അതിൽ ഋഷിയും അൻസിബയും സേവ് ആവുന്നു. സ്ക്രാച്ച് ചെയ്യുന്ന ഒരു എവിക്ഷൻ പ്രോസസ്സ് ആയിരുന്നു. അതിനുശേഷം ആക്ടിവിറ്റി ഏരിയയിൽ ഗബ്രിയും ജാസ്മിനും മാത്രം ഇതിൽ നിന്ന് ഒരാൾ എന്നേക്കുമായി ഈ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയാൻ പോണു എന്നാണ് പറയുന്നത്. അത് കേട്ടപാടെ ജാസ്മിൻ അലറി വിളിച്ച് കരയുന്നുണ്ട്, പേ പേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നാടകീയമായ മുഹൂർത്തങ്ങൾക്ക് ശേഷം ഒരു കർട്ടൻ ഇങ്ങനെ നമ്മുടെ ഗബ്രി വലിച്ചുകൊണ്ട് നീക്കുകയാണ്. എവിക്റ്റഡ് എന്ന് കാട്ടുന്നുണ്ട്, ഫോട്ടോ ആരുടെയെന്ന് കാണിക്കുന്നില്ല. പക്ഷെ നമുക്കറിയാം പോളുകളിലും എല്ലാറ്റിനും ഗബ്രിക്കാണ് ഏറ്റവും കുറവ് വോട്ട്. അപ്പോൾ ഗബ്രി പോകാൻ തന്നെയാണ് ചാൻസ്. പിന്നെ സീക്രട്ട് റൂം ആയിരിക്കുന്നു കുറേ പേര് പറയുന്നുണ്ട്. സീക്രട്ട് റൂം ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സീക്രട്ട് റൂമിലോട്ട് മാറ്റിയിട്ട് ഇനി എന്ത് കളിയാണ്? അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഗബ്രി സീക്രട്ട് റൂമിൽ പോയിട്ട് എന്തുണ്ടാവാനാ? ഒന്നും ഉണ്ടാവില്ല, ഒരു മാറ്റവും ഉണ്ടാവില്ല. പിന്നെ അകത്തുള്ള ആൾക്കാർ ഞെട്ടുമായിരിക്കും. കാരണം ഗബ്രി ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് തന്നെയാണ്. പുറത്തുള്ള നമുക്ക് ഇഷ്ടമല്ലെങ്കിലും നല്ലൊരു കളിക്കാരനാണ് ഗബ്രി എന്നുള്ളത് അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അവരുടെ കണക്കിൽ ഗബ്രി ഇപ്പോൾ പോകേണ്ട ആളല്ല. അപ്പോൾ അവർ മിക്കവാറും വിചാരിക്കുന്നുണ്ടാവുക ഗബ്രി സീക്രട്ട് റൂമിലായിരിക്കുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു 99% ഗബ്രി പുറത്താവാൻ തന്നെയാണ് ചാൻസ്. എന്നാലേ ജാസ്മിൻ്റെ ഗെയിമിനൊരു ചേഞ്ച് വരുള്ളൂ, മൊത്തത്തിൽ ഗെയിമിനൊരു ട്വിസ്റ്റ് വരുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വളരെ ഡള്ളായിട്ട് തന്നെ ഗെയിം പോകും. നമുക്ക് നോക്കാം എന്തായാലും.